ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് കയറി വരുന്നതാണ്. അവന്തികയെ കണ്ടയുടൻ തന്നെ ധനുഷ് അവന്തികയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ധനുഷിന്റെ കരണം പുകച്ചെന്ന് കൊടുക്കുകയാണ് അവന്തിക. ഇത്രയും നാളും ഞാൻ നിന്നോട് കാണിച്ച ദൈവമൊന്നും ഇനി എന്താണെങ്കിലും കാണിക്കുമെന്ന് നീ കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് അവന്തിക. തുടർന്ന് ധനുഷിനെ തള്ളിമാറ്റിക്കൊണ്ട് അവന്തിക അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് എല്ലാവരും കഴിക്കാനായിരിക്കുന്നതാണ്. ആഹാ, പുതുമണവാളനും പുതുമണവാട്ടിയും കൂടി ആഹാരം കഴിക്കാനിരിക്കുകയായിരുന്നോ? അവന്തികയെ കണ്ടയുടൻ ദേഷ്യത്തോടെ സേതു ചാടി എഴുന്നേൽക്കുമ്പോ, അച്ഛാ, ആഹാരം കഴിക്കുമ്പോഴേ ആര് വന്നാലും എഴുന്നേൽക്കാൻ പാടില്ലെന്നാ. അച്ഛന് സുഖം തന്നെയല്ലേ? അച്ഛനിരുന്ന് ആഹാരം കഴിക്കാൻ അവന്തിക പറയുമ്പോൾ അർച്ചന സേതുവിനോട് ആഹാരം കഴിക്കാനായി ഇരിക്കാൻ പറയുകയാണ്. തുടർന്ന് അവന്തിക തന്നെ അവർക്കെല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നു. എന്ത് ധൈര്യത്തിലാ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് സേതു ചോദിക്കുമ്പോൾ, ധൈര്യവും അവകാശവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാ ഞാൻ കയറി വന്നതെന്ന് അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, ദേ, നിങ്ങൾ ചുമ്മാ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനായി ഇവിടെ നിൽക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിറങ്ങിപ്പോക്കോ. നിങ്ങളുമായിട്ട് ഈ വീട്ടുകാർക്ക് ഒരു ബന്ധവുമില്ല. നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇവിടേക്ക് കയറി വരാനെന്ന് അനഘ പറയുമ്പോൾ അധികം നെകളിക്കാതെ അടങ്ങി നിൽക്കാനായി അവന്തിക അനഘയോട് പറയുന്നു. നിങ്ങൾ എന്താണെങ്കിലും ആരും ഒന്നും കൊണ്ട് പേടിക്കണ്ട. സമാധാനത്തിന്റെ മാടപ്രാവായിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ പുതിയ ഭാര്യയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് അവന്തിക പറയുന്നു. അഭിനന്ദിച്ചു കഴിഞ്ഞെങ്കിലേ നിനക്ക് പോകാമെന്ന് സേതു ദേഷ്യത്തോടെ പറയുന്നു. നിന്റെ മുഖം കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ദേഷ്യമാണെന്ന് സേതു പറയുമ്പോൾ അതെനിക്കറിയാൻ വച്ചാ, പക്ഷേ ഇവർക്കൊരു ആശംസ നേരാൻ ഇതല്ലാതെ എന്റെ പക്കൽ മറ്റൊരു വഴിയുമില്ല. ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങളുടെ ആശംസയെ ഇവിടെ ആർക്കും തന്നെ ആവശ്യമില്ല. നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് സച്ചി പറയുമ്പോൾ, അല്ലെങ്കിലും ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലെന്നും ചില കാര്യങ്ങളും കൂടി പറഞ്ഞു തീർക്കാനുണ്ട്. എന്നിട്ട് വേണ്ടേ നമുക്ക് എല്ലാവർക്കും പരസ്പരം കൈകൊടുത്ത് പിരിയാൻ. എന്ത് കാര്യം? നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇനി ഇവിടെ ബാക്കിയില്ല. നന്ദേട്ടാ, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ വന്നത്. ആ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിക്കോ. ഡിവോഴ്സ് ഞാൻ എന്താണെങ്കിലും തരാം. എന്താണെങ്കിലും കേസ് കോടതിയിൽ നടക്കുകയല്ലേ, അത് അതിന്റെ വഴിയെ നടന്നോളുമെന്ന് നന്ദൻ ദേഷ്യത്തോട് പറയുന്നു. എനിക്ക് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അതിനു മുന്നോടിയായി ചിലർ കൂടി ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. അതേസമയം പോലീസ് ജീപ്പും അനിരുദ്ധനും മൂർത്തിയും വക്കീലും കൂടി നെല്ലിശ്ശേരിയിലേക്ക് എത്തുകയാണ്. ആഹാ, എല്ലാവരും സമയത്തിനെത്തിയല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോഴാണ് പോലീസുകാരും വക്കീലും ഒക്കെ തന്നെ അകത്തേക്ക് വരുന്നത്. അവന്തികയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഇല്ലെന്നും സാറ് തന്നെ ആ പേപ്പർ കയ്യിലേക്ക് കൊടുത്തേക്കാനും അവന്തിക പറയുന്നു. തുടർന്ന് വക്കീൽ കൊടുത്തിരിക്കുന്ന പേപ്പർ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന സേതുവിനെയാണ് കാണിക്കുന്നത്. ഈ നിമിഷം മുതൽ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ബിസിനസ്സും നെല്ലിശ്ശേരി വീടുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും എല്ലാ വസ്തുവകകളും ഈ അവന്തികയുടെ പേരിലാണ്. എല്ലാവരും ഞെട്ടാൻ വരട്ടെ. ഇന്ന് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതായി എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം ഇനി മുതൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിന്റെ ഉടായ്പൊന്നും ഇവിടെ നടക്കില്ലെന്ന് ദേഷ്യത്തോടെ നന്ദൻ പറയുമ്പോൾ, ഇത് ഉടായ്പൊന്നുമല്ലെന്നും സേതുമാധവൻ അവന്തികയുടെ പേരിലേക്ക് എഴുതി കൊടുത്തതിന്റെ എല്ലാ പ്രമാണങ്ങളും ഈ ഫയലിനകത്തുണ്ടെന്നും വക്കീല് പറയുന്നു. ഇത് ചതിയാണ്. ഞാൻ ഇവൾക്ക് ഒരു സ്വത്തുക്കളും എഴുതി കൊടുത്തിട്ടില്ലെന്ന് സേതു പറയുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോ അച്ഛൻ തന്നെയല്ലേ ഇതെല്ലാം എന്റെ മാറ്റാനായിട്ട് ഒപ്പിട്ട് തന്നത്. അച്ഛനെന്താ അതൊന്നും ഓർക്കുന്നില്ലേ? ഇത് കേൾക്കുന്ന സേതു അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് ഞെട്ടലോടെ നിൽക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അന്ന് ഈ വക്കീലും ഇവളും ചേർന്ന് ജാമ്യത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് കുറച്ച് വെള്ള പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിച്ചായിരുന്നു. സാർ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആണെന്നും ജാമ്യത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത പേപ്പർ വെച്ചാണ് ഇവളെ കളി കളിക്കുന്നതെന്നും സച്ചിയും നന്ദനും കൂടി പറയുന്നു. ഈ ഡോക്യുമെന്റ്സ് എല്ലാം പോലീസ് പരിശോധിച്ചതാണെന്നും ഇതെല്ലാം ഒറിജിനൽ ആണെന്നും പോലീസ് പറയുന്നു. നിയമപരമായി ഈ വീടും നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ ബിസിനസ്സുകളും ഈ അവന്തികയുടെ പേരിലാണ്. അച്ഛാ, ഇവള് കൊണ്ടുതന്ന കടലാസുകൾ വായിച്ചു നോക്കാതെയാണോ അച്ഛൻ ഒപ്പിട്ട് കൊടുത്തതെന്ന് നന്ദൻ ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ സേതുവിന് കടുത്ത നെഞ്ചുവേദന ഉണ്ടാവുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.